മിമുവും ടുട്ടുവും കൂട്ടുകാരായ രണ്ട് സുന്ദരൻ കാറുകളായിരുന്നു. ഒരിക്കൽ അവർ നല്ല സുന്ദരമായ സ്ഥലങ്ങളെല്ലാം കണ്ട് ഒരു യാത്ര പോയി. അപ്പോൾ അതിലെ പോയ സൂപ്പർ കാറുകളൊക്കെ അവരെ കളിയാക്കി. അയ്യേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേഗതയില്ലല്ലോ. എന്താടാ രണ്ടും ഒച്ചകളെ പോലെ ഇഴഞ്ഞു നീങ്ങുന്നത്? കുറച്ച് വേഗത്തിലൊക്കെ പോയി കൂടെ? അവന്മാരെന്തൊരു പോക്കാ പോകുന്നല്ലേ. എന്താ ചെയ്യുക? നമ്മുടെ കൂട്ടുകാർ വന്നല്ലോ. നമുക്ക് പോകാം. അതെ, നമുക്ക് പോകാം. നല്ല സ്ഥലം അല്ലേ? അവരങ്ങനെ ആടിപ്പാടി പോവുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ ശത്രുവായ ബൊമ്മൻ കാർ അവിടെ എത്തിയത്. വഴി മാറടാ ഒച്ചേ, ഈ റോഡ് എന്നെ പോലെ വേഗതയുള്ളവർക്കാണ്. പോടാ. ബൊമ്മൻ അവരെ കളിയാക്കിക്കൊണ്ട് വേഗം മുന്നോട്ടേക്ക് പോയി. അവൻ ഇടയ്ക്കിടയ്ക്ക് മിമുവിനെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. സാരമില്ല മിമു, നമുക്ക് മാറി നിക്കാം. അവൻ പൊക്കോട്ടെ. മാറി നിക്കടാ എല്ലാം. ഒന്നിനെ ഞാൻ വിടില്ല. ഞാനൊരു ഒറ്റ ഇടി കൊടുത്താലോ അവനിട്ട്? അയ്യോ വേണ്ട, നമ്മൾ അവനെ പോലെ ആകരുത്. ഇവർ ഓടുകയാണോ ഇഴയുകയാണോ? ആരടാ സൈക്കിള് കൊണ്ട് റോഡിൽ വെച്ചത്? പിന്നെ സൈക്കിൾ വഴിയെന്ന് മാറ്റടാ. എന്നോട് അവന്മാരുടെ കളി. എങ്ങനെ വേഗത്തിൽ പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടു, ഇങ്ങനെ. നോക്കി പഠിക്കടാ. കാറ്റുപോലെ പോകും ഞാൻ. അങ്ങനെ. അയ്യോ അമ്മേ, അയ്യോ അയ്യോ അമ്മേ. അയ്യോ, ഇതെന്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാ. കാറ്റുപോലെ പോകാൻ നോക്കിയിട്ട് ഇപ്പൊ കാറ്റ് പോകുമെന്നാ തോന്നുന്നത്. എന്റെ എഞ്ചിനൊക്കെ തകർന്നെന്നാ തോന്നുന്നത്. അമ്മേ. അതെന്താ അവിടെ ഒരു പുകയെല്ലാം കാണുന്നുണ്ടല്ലോ? വേഗം പോയി നോക്കാം വാ. അയ്യോ, ഇത് നമ്മുടെ ബൊമ്മനാണല്ലോ. എന്നാ പറ്റി ബൊമ്മ? അയ്യോ, ഒരു ട്രക്ക് എന്നെ ഇടിച്ചേ. ഞാൻ വേഗത്തിൽ പോയതാ, കൺട്രോള് കിട്ടിയില്ല. സാരമില്ല ബൊമ്മ, നമുക്ക് ഇവിടെ ഒരു റിപ്പയർ ഷോപ്പ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാം. അതെ അതെ, ഇതാ റിപ്പയർ ഷോപ്പ്. ഹാവു, ആശ്വാസമായി. താങ്ക്സ് കൂട്ടുകാരെ. ഞാൻ നിങ്ങളോട് അഹങ്കാരം കാണിച്ചു. അതൊന്നും സാരമില്ല ബൊമ്മ. നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ. ഹാവു, ഞാനിപ്പോ ഒരു പാഠം പഠിച്ചു. അഹങ്കാരം ഒന്നും കാണിക്കരുത്. അതെ അതെ, അഹങ്കാരം ആപത്താണ്.